വന്നിട്ടുള്ളത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ 7th ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ് ആയിട്ടാണ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇന്ന് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പോവാണ്, മൊത്തം അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ആയിട്ട് നിങ്ങൾ വെബ് പേജസിനെ ഡിസൈൻ ചെയ്യാനും വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ വെബ് പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? പോരാ അല്ലേ? നമുക്കത് നെറ്റിൽ അവൈലബിൾ ആക്കണം അല്ലേ? ഇന്റർനെറ്റിൽ കൊണ്ടിടണം. അപ്പോഴല്ലേ അത് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ യൂസേഴ്സിനൊക്കെ അത് കിട്ടുള്ളൂ. യെസ്, അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പം നെറ്റിൽ അത് കിട്ടണം, നമ്മൾ ഉണ്ടാക്കിയ വെബ് പേജ് ബാക്കിയുള്ളവർക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ അത് എവിടെ എത്തണം? നമ്മുടെ വെബ് സെർവറിൽ എത്തണം. വെബ് സെർവറിൽ എത്തിയാൽ മാത്രമേ അത് എല്ലാവർക്കും കിട്ടുള്ളൂ. നമ്മുടെ വേൾഡിലൊക്കെ ഉള്ള മൊത്തം ആൾക്കാർക്ക് അത് നമ്മൾ ഉണ്ടാക്കിയ പേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എവിടെ എത്തണം? അത് നമ്മുടെ വെബ് സെർവറിൽ എത്തണം. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫുൾ അടിപൊളിയാക്കി സെറ്റ് ആക്കാൻ പോവാണ് ഈ ഒരു വീട് വെച്ചിട്ട്. ഈ ഒരു വീട് വെച്ച് മിസ് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും, ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ടോപ്പിക്കും അടിപൊളിയാക്കി തരും. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക. നിങ്ങൾക്ക് എല്ലാതും അടിപൊളിയാക്കി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏത് വേണം, ഏത് ചാപ്റ്റർ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റൊക്കെ ചെയ്യുക. അതൊക്കെ മിസ് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ ഈ ഒരു വീട് വെച്ച് അടിപൊളിയാക്കി കവർ ചെയ്യാൻ പോവാണ്. അപ്പം മിസ്സിന്റെ വീടൊന്നും അല്ല കേട്ടോ, മിസ് ഒരു വീട് എടുത്താലോ, നമുക്ക് പഠിച്ചാൽ പോരെ? യെസ്, അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അടിപൊളിയാക്കാൻ പോവാണ്. അപ്പൊ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ് പറഞ്ഞ കാര്യം തന്നെ. നമുക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്ഥലം വേണ്ടേ അല്ലേ? അപ്പം നമുക്ക് ഈ ഒരു സംഭവം നമ്മുടെ വെബ് പേജിനെ വെബ് സെർവറിൽ കൊണ്ടിട്ടാലേ എല്ലാവർക്കും കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അല്ലേ? വെബ് സെർവറിൽ കൊണ്ടിടണമെങ്കിൽ ആദ്യം അതിനുള്ള സ്ഥലം വേണ്ടേ? നമുക്ക് വീട് വെക്കണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കുക സ്ഥലമാണ് അല്ലേ? സ്ഥലം ഉണ്ടോന്നാ നോക്കുക. അതുപോലെ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി സർവീസ് ഓഫ് പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവർ. വെബ് സെർവറിൽ നമുക്കുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കി തരുന്ന ആ സർവീസിനെയാണ് നമ്മൾ എന്ത് പറയാ? വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാ. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് ഓഫ് പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവർ ടു സെർവ് ഫയൽസ് for a website to be made available on the internet. ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു സ്പേസ് വെബ് സെർവറിൽ അതിനുള്ളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസിനെ നമുക്ക് എന്ത് പറയാം? വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കമ്പനീസിന് നമുക്ക് എന്ത് പറയാം? കമ്പനീനെ നമുക്ക് വെബ് ഹോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ എന്താണ് വെബ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ? കമ്പനീസ് ദാറ്റ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീനെ നമുക്ക് എന്ത് പറയാം? വെബ് ഹോസ്റ്റ് എന്ന് പറയാം. വെബ് ഹോസ്റ്റ്. അപ്പം എന്താണ് വെബ് ഹോസ്റ്റ് എന്ന് മനസ്സിലായല്ലോ? യെസ്, അപ്പം നമ്മൾ വീട് വെക്കുമ്പം നമ്മൾ ആദ്യം എന്താ സ്ഥലമൊക്കെ നോക്കണുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനത്തെ വീടാണ് വേണ്ടതെന്നുള്ളത് ആദ്യം ഒന്ന് ആലോചിക്കും അല്ലേ? നമുക്കിപ്പം എത്ര ആൾക്കാർ വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര പേര് ആ വീട്ടിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ നോക്കിയിട്ട് പല ടൈപ്പ് ഉണ്ടാവും അല്ലേ? ഓരോരുത്തരുടെയും ആഗ്രഹമൊക്കെ പല ടൈപ്പ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെബ് ഹോസ്റ്റിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് ആവാം നമ്മുടെ വെബ് ഹോസ്റ്റിംഗ്. നമുക്ക് 3 ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ആണുള്ളത്. ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. അതുപോലെ രണ്ടാമത്തതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. എന്താണ്? ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് VPS അഥവാ വിർച്വൽ പ്രൈവറ്റ് സെർവർ അതായത് VPS. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പാണ് നമ്മുടെ വെബ് ഹോസ്റ്റിംഗ് ഉള്ളത്. ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്താന്ന് പഠിച്ചു അല്ലേ? നമുക്കൊരു സ്ഥലം വെബ് സെർവറിൽ തരുന്ന സർവീസിനെയാണ് നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. അതുപോലെ നമുക്ക് 3 ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്. ഏതൊക്കെയാണ്? ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, അതുപോലെ VPS അഥവാ വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ് നമുക്കുള്ളത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മിസ്സുമാരൊക്കെ ഓഫീസിലാണെങ്കിലും ഞങ്ങൾ നിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഷെയർഡ് ആയിട്ടുള്ള റൂമിലാണ്. അതുപോലെ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും, ഓരോ റൂമിൽ തന്നെ എന്തുണ്ടാവും?
പല ആൾക്കാരുണ്ടാവും അല്ലേ, 2-3 പേരൊക്കെ ഒരു റൂമിൽ നിൽക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ എന്താ, അവിടെയുള്ള വാഷ്റൂമും വാഷ് ബേസും കാര്യങ്ങളൊക്കെ എന്താ, ഷെൽഫും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ വെബ് സെർവറിൽ, ഒരു വെബ് സെർവറിൽ തന്നെ കുറേ വെബ് പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു റൂമിൽ തന്നെ കുറേ ആൾക്കാർ നിൽക്കുന്ന പോലെ ഒരു വെബ് സെർവറിൽ തന്നെ കുറേ വെബ് പേജസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ, അവിടെ CPU, അവിടുത്തെ ആൾക്കാരൊക്കെ, അവിടുത്തെ CPU പ്രോസസ്സർ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുക, റാമിനെയൊക്കെ ഷെയർ ചെയ്യുക. യെസ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വെബ്സൈറ്റിൽ, ഒരു വെബ് സെർവറിൽ തന്നെ കുറേ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വെബ് പേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ എന്താണ് മക്കളെ ഷെയർഡ് ഹോസ്റ്റിംഗ്? മെനി വെബ് പേജസ് ആർ സ്റ്റോർഡ്. എന്താണ്, കുറേ വെബ് പേജസ് സ്റ്റോർ ചെയ്യാണ് എവിടെ, സ്റ്റോർഡ് ഇൻ വെബ് സെർവർ. അപ്പോൾ വെബ് സെർവറിൽ, ഒരു വെബ് സെർവറിൽ തന്നെ കുറേ വെബ് പേജസ് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയാ. അപ്പോൾ അവിടെ എന്താ, CPU, RAM അതേപോലെയുള്ള റിസോഴ്സസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, റിസോഴ്സസ് ലൈക്ക് CPU, RAM അതൊക്കെ എന്താ ചെയ്യുക, ഷെയർഡ് ആയിരിക്കും, അവർ ഷെയർ ചെയ്യും. നമ്മൾ വാഷ്റൂമും വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ ഇവിടെ അവരുടെ റിസോഴ്സസിനെ ഒക്കെ ഈ വെബ് പേജസുകൾ തമ്മിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ അധികം കോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ നമുക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. റൂമിൽ ഇപ്പം നമ്മുടെ ഷെയർഡ് ആണ് അല്ലേ, ഷെയർ ചെയ്താൽ നിൽക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ മഞ്ഞ പെയിന്റ് അടിക്കണമെങ്കിൽ ആ മഞ്ഞ പെയിന്റ് അടിക്കാൻ പറ്റുമോ, മറ്റാളോടും കൂടെ ചോദിക്കണ്ടേ? അങ്ങനെ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. പക്ഷേ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് എന്ത് ചെയ്യും, കുറച്ച് സമയത്തേക്ക് അയാൾക്ക് സ്വന്തമായിട്ട് എടുക്കുകയാണ്. ഒരു റൂം ഇപ്പോൾ ഒരാൾ കുറച്ച് സമയത്തേക്ക് ഒരു മാസത്തേക്ക് വാങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റൂമിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ പറ്റും. അവിടെ ബാക്കി സോഫ്റ്റ്വെയർസിനെ, ഹോസ്റ്റിംഗ് ആണെങ്കിൽ ബാക്കി സോഫ്റ്റ്വെയർസിനെ ആഡ് ചെയ്യുക, അതിൽ കോൺഫിഗറേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറേ ഒരു ക്ലയൻറ്റ് എന്ത് ചെയ്യാണ്, ഒരു വെബ് സെർവറിനെ കുറച്ച് സമയത്തേക്ക് ലീസിന് എടുക്കുകയാണ് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുകയാണ്. ക്ലയൻറ്റ് ലീസസ് എൻ്റയർ വെബ് സെർവറിനെ, മൊത്തം വെബ് സെർവറിനെ കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യണം, കുറച്ച് സമയത്തേക്കല്ല, കുറച്ച് കാലത്തേക്ക്, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ അങ്ങനെ എത്രയാന്ന് വെച്ചാൽ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യാണ്, ലീസിന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും അല്ലേ. ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാം, കോൺഫിഗറേഷനിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. അങ്ങനെ അവർക്ക് എന്ത് വേണമെങ്കിലും ആ ഒരു കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റേതിനേക്കാളും എന്താണ്, കോസ്റ്റ്ലി ആണ്. നമുക്ക് ആലോചിച്ചൂടെ അല്ലേ, ഷെയർ ചെയ്യാവുമ്പോൾ അത്ര പൈസ ഉണ്ടാവില്ലല്ലോ, അത്ര കോസ്റ്റ്ലി ആവില്ല. പക്ഷെ ഇത് സ്വന്തമായിട്ട് എടുക്കല്ലേ, കുറച്ച് കാലത്തേക്ക് സ്വന്തമായിട്ട് എടുക്കുകയാണ് അല്ലേ. അപ്പം എന്തായിരിക്കും, അപ്പം കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും, മറ്റേതിനെ വെച്ചിട്ട് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആകുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ്, കുറേ നമുക്ക് സർവീസുകളൊക്കെ നമുക്ക് കുറച്ചധികം കിട്ടും. ഷെയർഡ് ആകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഷെയർഡ് വെബ് ഹോസ്റ്റിങ്ങും അതുപോലെ ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിങ്ങും ക്ലിയർ ആണല്ലോ. യെസ്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ആളാരാണ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ അഥവാ VPS. എന്താണ് VPS? നമുക്ക് കാണുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ടാവുള്ളൂ, ശരിക്ക് ഒരു സിസ്റ്റമേ ഉള്ളൂ. അതൊരു സിസ്റ്റം, ഫിസിക്കലി ഒരൊറ്റ സിസ്റ്റമേ ഉള്ളൂ. പക്ഷേ വിർച്വലി അത് എന്ത് ചെയ്യാണ്, അത് കുറേ സിസ്റ്റംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഫിസിക്കലി നോക്കുമ്പം എന്തേ ഉണ്ടാവുള്ളൂ, ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ വിർച്വലി എന്ത് ചെയ്യാണ്, വിർച്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് കുറച്ച് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, അതിനെ കുറേ പല സോഫ്റ്റ്വെയർസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ യൂസറിനെ കിട്ടുമ്പോൾ യൂസർ എന്താ വിചാരിക്കുക, എനിക്ക് സ്വന്തമായിട്ടൊരു സെർവർ കിട്ടി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അല്ല, ശരിക്ക് ഒരാളെ തന്നെ ഷെയർ ചെയ്തിട്ട് പലതാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. അവിടെ എല്ലാ കാര്യങ്ങളും ഷെയറിങ് ആയിരുന്നു വെബ് സെർവറിലുള്ള അല്ലേ. പക്ഷേ ഡെഡിക്കേറ്റഡ് അങ്ങനെയല്ല. ഡെഡിക്കേറ്റഡ് കുറച്ചും കൂടെ ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്, കുറച്ച് കാലത്തേക്ക് ലീസിന് എടുക്കുകയാണ്. വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്താ, ശരിക്കും ഒന്നേ ഉള്ളൂ, പക്ഷെ എന്താണ്, അതിനെങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് സെർവറിനെ. ഓക്കെ. അപ്പോൾ നമുക്കിപ്പം ഷെയർഡിൻ്റെ അത്ര ഫീച്ചേഴ്സ് പോരാ, പക്ഷെ ഡെഡിക്കേറ്റഡിൻ്റെ
അത്രയും ഫീച്ചേഴ്സ് വേണ്ട. ഓക്കെ, ഇത് രണ്ടിനും ഇടയ്ക്കൊക്കെ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഹോസ്റ്റിംഗ് ആണ് തിരഞ്ഞെടുക്കുക? ഈ ഒരു VPS ആണ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് ക്ലിയർ ആണല്ലോ. ഹോസ്റ്റിംഗ് എന്താണ് എന്നും ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗും എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, ഒരു വെബ് സെർവർ ഉണ്ടാവും. അതിൽ എന്തുണ്ടാവും? ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ടാവും. ഒരു വെബ് സെർവർ, അതിൽ ഒരുപാട് എന്തുണ്ടാവും? വെബ്സൈറ്റുകൾ ഉണ്ടാവും ഒരു സെർവറിൽ തന്നെ, അല്ലേ? ഇനി അങ്ങനെയല്ല, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു വെബ് സെർവറിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഒരു വെബ്സൈറ്റേ ഉണ്ടാവുള്ളൂ, സിംഗിൾ വെബ്സൈറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ വിർച്വൽ പ്രൈവറ്റ് സെർവറിലോ VPS ഹോസ്റ്റിങ്ങിൽ എങ്ങനെയാണ്? ഒരുപാട് വിർച്വൽ ആയിട്ടുള്ള സെർവേഴ്സ് ഉണ്ടാവും, അല്ലേ? VPS 1, VPS 2, VPS 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെർവറിനെ തന്നെ നമ്മൾ വിർച്വലി കുറേ എണ്ണാക്കി മാറ്റും, അല്ലേ? അപ്പോൾ ക്ലിയർ അല്ലേ? ഇത് 3 ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് സെറ്റ് ആണല്ലോ. യെസ്, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു വെച്ചു, അല്ലേ? അപ്പം നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്കത് വാങ്ങണം, അല്ലേ? ആ ഒരു സ്ഥലം നമ്മൾ കണ്ടുവച്ച വീട് ഏതാണ്? ഷെയർഡ് ആണോ അല്ലെങ്കിൽ മറ്റേതാണോ? അപ്പം ഞാൻ ഷെയർഡ് ആണ് വിചാരിച്ചതെന്നുണ്ടെങ്കിൽ എനിക്കത് പിന്നെ അത് വാങ്ങിക്കണ്ടേ? യെസ്, അപ്പം അതെങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുക? നമ്മളിപ്പോൾ ഒരു പുതിയ ഓൺലൈനായിട്ട് നമ്മളൊരു ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേ സൈറ്റുകളുണ്ട്, അല്ലേ? ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, മീഷോ, നെക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈറ്റുകളുണ്ട്, അല്ലേ? അതുപോലെ ഇവിടെയും നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സൈറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ സൈറ്റിലൊക്കെ നമ്മൾ പോയിട്ട് നോക്കാം, നമുക്ക് എത്ര ഹാർഡ് ഡിസ്കിൽ എത്ര സ്പേസ് വേണം, അല്ലെങ്കിൽ എത്ര സ്പീഡ് വേണം, നമുക്ക് എത്ര കോസ്റ്റ് പറ്റും, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഏത് ഡാറ്റാബേസ് വേണം, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കാം ഏത് വെബ് സെർവറാണ് നമുക്ക് പറ്റിയതുള്ളത് എന്നുള്ളത്. അങ്ങനെ നമുക്ക് അവിടെ ഉണ്ടാവും പൈസ ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക. ഓൺലൈനായിട്ട് നമ്മൾ പൈസ ഒക്കെ അടച്ച് ആ ഒരു വെബ് സെർവറിനെ നമ്മൾ വാങ്ങിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെബ് സെർവറിനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങളാണ് കിട്ടുക. നമ്മൾ വെബ് സെർവർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടുക? നമുക്ക് യൂസർ ID കിട്ടും. എന്തൊക്കെയാണ് കിട്ടുക? നമുക്ക് യൂസർ ID കിട്ടും. ഓക്കെ, യൂസർ ID കിട്ടും. അതേപോലെ അതിനൊരു പാസ്വേഡ് കിട്ടും. പിന്നെ IP അഡ്രസ്സ് കിട്ടും. വെബ് സെർവറിൻ്റെ ഒരു IP അഡ്രസ്സും കിട്ടും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആ ഒരു എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ വെബ് സെർവറിനുള്ള പൈസ അടച്ചു കഴിഞ്ഞാൽ, നമ്മൾ പർച്ചേസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു IDയും പാസ്വേഡും അതേപോലെ നമ്മുടെ വെബ് സെർവറിൻ്റെ IP അഡ്രസ്സും കൂടെ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ വെബ് സെർവറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അതിന് പേരിടണം. നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീടിനൊരു പേരിടുമല്ലോ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? പേരിടണം. അപ്പോൾ നമുക്ക് കുറേ പേര് നമ്മുടെ ഇഷ്ടമുള്ള പേരൊക്കെ നമുക്ക് ആലോചിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേരൊക്കെ കൊടുക്കാം. പക്ഷേ ആ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേറൊരാൾക്ക് ആ പേര് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, വേറൊരാൾക്ക് ആ പേരുണ്ടെങ്കിൽ നമുക്കത് അവൈലബിൾ ആവില്ല. അപ്പോൾ നമ്മൾ ആദ്യം അത് ചെക്ക് ചെയ്യണം, അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അതിന് നമുക്ക് കുറേ സൈറ്റുകളുണ്ട്. whois.net, അതേപോലെ name.com എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ സെൻറ്റ് ജോസഫ് SBHSS എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുത്ത് നോക്കി. പേര് കൊടുത്തപ്പം ഈസ് അവൈലബിൾ എന്ന് കണ്ടു. അവൈലബിൾ ആണെങ്കിൽ ഈസ് അവൈലബിൾ എന്ന് പറയും, അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവൈലബിൾ ആണ്, അതിലുള്ള ഇത്ര പൈസയാണ്, ഇത്ര വർഷത്തേക്ക് ഇത്ര പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അതും നമ്മൾ എന്ത് ചെയ്യാം? അതും നമ്മൾ ഇതുപോലെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? നമുക്കിപ്പോൾ പേരും നമുക്ക് സ്ഥലവും കിട്ടി, വെബ് സെർവറും കിട്ടി. അതേപോലെ നമുക്ക് എന്തും കൂടെ കിട്ടി? നമ്മുടെ വെബ് സെർവറിന് നമുക്കൊരു പേരും കിട്ടി, അല്ലേ? പേരും കിട്ടി, സെറ്റായി. ഓക്കെ, അപ്പോൾ പേര് കിട്ടി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല, അല്ലേ? നമുക്ക് വെബ് സെർവർ കിട്ടിയിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു IP അഡ്രസ്സും നമ്മൾ ഈ ഒരു ഡൊമെയിൻ നെയിമും ഒക്കെ എവിടെ വരണം? നമ്മൾ ഈ ഒരു ഡൊമെയിൻ നമുക്ക് DNS എന്ന് പറഞ്ഞ ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞ DNSൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ വരണം. IP അഡ്രസ്സും നമ്മുടെ ഈ IP അഡ്രസ്സും ഈ ഡൊമെയിൻ നെയിമും തമ്മിൽ കണക്ട് ചെയ്താൽ മാത്രമേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിൽക്കുക, പോസ് ചെയ്യുക, ആലോചിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ എടുത്ത് കാണുക, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കുറേ IP അഡ്രസ്സ്, വെബ് സെർവർ, ഡൊമെയിൻ നെയിം എന്നൊക്കെ കേൾക്കുമ്പോൾ. ഓക്കെ, ഒന്നും പേടിക്കേണ്ട. നിങ്ങളൊന്ന് ഒത്തിരി സമയം ഒന്ന് കണ്ട് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു?
നമുക്ക് പേരും സ്ഥലവും നമ്മുടെ പേരൊക്കെ കിട്ടി അല്ലേ, ഡൊമൈൻ നെയിം ഒക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ DNSൽ നമ്മുടെ എന്ത് ചെയ്യണം, ഈ ഒരു നമ്മുടെ IP അഡ്രസ്സ്, നമ്മുടെ വെബ് സെർവറിൻ്റെ IP അഡ്രസ്സും നമ്മുടെ ഡൊമൈൻ നെയിമും കൂടെ വന്നാൽ മാത്രമേ, നമ്മൾ ഈ ഒരു രജിസ്ട്രേഷനൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇത് കാണാനും നമുക്ക് ലോഡ് ചെയ്ത് വരികയൊക്കെ ചെയ്യുള്ളൂ, അവർ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൂയിസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ, ഹൂയിസിൻ്റെ ഡാറ്റാബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേരും നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, അങ്ങനെ കാര്യങ്ങൾ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെയിൽ അഡ്രസ്സ്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ രജിസ്ട്രേഷനൊക്കെ ഫില്ല് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ പ്രൈവറ്റ് ആക്കി വെക്കണമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആക്കി വെക്കാം, അല്ലെങ്കിൽ ആൾക്കാരൊന്നും കണ്ടു വെച്ച പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പബ്ലിക് തന്നെ ആക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, ഓക്കെ, ഒക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ റെക്കോർഡ് അല്ലെങ്കിൽ അഡ്രസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിൽ വരും. ഓക്കെ, അതിൽ വന്നാൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇത് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അതൊക്കെ സെറ്റായി. നമുക്കിപ്പോൾ എന്ത് കിട്ടി, നമുക്കൊരു പേരും കിട്ടി, നമുക്ക് സ്ഥലവും കിട്ടി, വെബ് സെർവറും കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായല്ലോ, ഇത്രയും പോർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. യെസ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേജിനെ, നമ്മുടെ ഫയലിനെ ഇവിടെ കൊണ്ടുപോയിടണ്ടേ, വെബ് സെർവറിൽ കൊണ്ടുപോയിടണ്ടേ. ഇപ്പം പേജൊക്കെ സെറ്റായി, പേരൊക്കെ സെറ്റായി, സാധനം അവിടെ എത്തിയിട്ടില്ലല്ലോ, നമ്മുടെ ഫയൽ അവിടെ എത്തിയിട്ടില്ലല്ലോ. യെസ്, ആ ഫയലിങ്ങനെ അവിടെ എത്തിക്കണം നമുക്ക്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതാ നമുക്ക് അപ്പോൾ ഒരു കാര്യം മിസ് പറയാൻ മറന്നു, നമ്മൾ ഈ ഡൊമൈൻ നെയിം കിട്ടുന്ന സമയത്തും നമ്മൾ പേരൊക്കെ ഇട്ടില്ലേ, അപ്പോൾ പേരിട്ട് പൈസ അടച്ചല്ലോ, പേരിനും നമ്മളവിടെ പൈസ അടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ പൈസ അടച്ചതിന് ശേഷം, അതും ഓൺലൈനായിട്ട് പൈസ ഒക്കെ അടച്ചതിന് ശേഷം അവിടെയും നമുക്ക് എന്ത് കിട്ടും, അവിടെയും നമുക്കൊരു ഡൊമൈൻ നെയിമും പാസ്വേഡും കിട്ടും. എന്തൊക്കെയാണ് ഇവിടെ കിട്ടുക, ഇവിടെയും നമുക്ക് എന്ത് കിട്ടും, ഒരു ഡൊമൈൻ നെയിം, നമ്മളെ പേരും അതേപോലെ എന്ത് കിട്ടും, ഒരു പാസ്വേഡും കിട്ടും. അപ്പോൾ നമ്മുടെ റെക്കോർഡിൽ ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ഉള്ള റെക്കോർഡ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, റെക്കോർഡിൽ അഡ്രസ് റെക്കോർഡ്, അതിലെന്താ ഉണ്ടാവുക, നമ്മുടെ വെബ് സെർവറിൻ്റെ IP അഡ്രസ്സും അതേപോലെ ഡൊമൈൻ നെയിമും രണ്ടും ഉണ്ടാവും അല്ലേ, രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ആ സൈഡിലേക്ക് നമുക്ക് കയറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം, ഈ ഡൊമൈൻ നെയിമും പാസ്വേഡും ഒക്കെ വേണം. ഓക്കെ. അപ്പോൾ അത് നോക്കണ്ട. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, നമുക്ക് സ്ഥലമൊക്കെ കിട്ടിയിട്ട് സെറ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അടുത്തുള്ള ഫയലിനെ വെബ് സെർവറിൻ്റെ ഫയലിലേക്ക് മാറ്റണം അല്ലേ, അവിടെ കൊണ്ടിടണം. യെസ്. അപ്പം അതാണ് നമ്മൾ മെയിൻ കാര്യം അല്ലേ. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പോയി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അതിനുള്ള കുറേ സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഫയൽസ് ഇല്ല അല്ലെങ്കിൽ QTFTP എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈറ്റുകളുണ്ട്. അപ്പോൾ അതിലിതാ ഫയൽസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ ഹോസ്റ്റ് നെയിമും അതേപോലെ യൂസർ നെയിമും നമ്മുടെ പാസ്വേഡും അടിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം ഈ ഭാഗം ഉണ്ടാവില്ല, ഈ ഭാഗം ബ്ലാങ്ക് ആയിട്ട് ഇരിക്കും. ഇത് നമ്മുടെ വെബ് സെർവറിൻ്റെ ഫയലാണ്. ഇവിടെ നമ്മുടെ വെബ് സെർവറിൽ ഇപ്പോൾ എന്തെങ്കിലും ഫയൽ കൊണ്ട് ഇട്ടണോ നമ്മൾ, ഇല്ലേ, നമ്മുടെ വെബ് സെർവർ കാലിയാണ്, അവിടെ നമുക്ക് കൊണ്ട് ഇടണം അല്ലേ. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, വെബ് സെർവറാണ്. ഈ വെബ് സെർവറിൽ ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഇവിടെ ഒരു കാര്യമില്ല. ഇവിടെ നമ്മുടെ ഫയൽസാണ്. ഇവിടെ ആരുടെ ഫയൽസാണ്, ഇവിടെ ക്ലയൻറ്റിൻ്റെ ഫയൽസാണ്. ക്ലയൻറ്റ് ഫയൽസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണ്, ഇവിടെ സെർവറിൻ്റെ ഫയൽസാണ് അല്ലേ, ഇവിടെ സെർവറിൻ്റെ ഫയൽസാണ്. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, ഇവിടെ ഉള്ളതൊന്നും ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ മാത്രമേ ഇപ്പോൾ ആൾക്കാരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഹോസ്റ്റ് നെയിമും നമ്മുടെ ഹോസ്റ്റ് നെയിം അല്ലെങ്കിൽ ഡൊമൈൻ നെയിം യൂസർ ID പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, യൂസർ IDയും പാസ്വേഡും കൊടുത്തിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എന്തായി, ഇവിടെയുള്ള ഫയൽസൊക്കെ ലോഡായി വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെയാണ് നമ്മൾ ഇവിടുന്ന് നേരെ ഇത്രയേ ഉള്ളൂ, നേരെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ കൊടുത്താൽ നേരെ കോപ്പി പേസ്റ്റോ അല്ലെങ്കിൽ അപ്ലോഡോ ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫയൽസ് മൊത്തം എന്ത് ചെയ്യും, നമ്മുടെ ഫയൽസ് നേരെ ഇവിടേക്ക് അപ്ലോഡ് ആവും. ഓക്കെ. അപ്പോൾ എന്തായി, നമ്മുടെ ഫയൽ എവിടെ എത്തി, നമ്മുടെ വെബ് സെർവറിൽ എത്തി. സിമ്പിൾ പ്രൊസീജിയറാണ്, ഇത്രേ ചെയ്യാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നേരെ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ആദ്യം സ്ഥലം വാങ്ങി പേരിട്ടു, പിന്നെ നമ്മൾ എന്താ ചെയ്തത്, പിന്നെ നമ്മൾ നേരെ ഇവിടെ പോയിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു, നമ്മൾ ഫയലിനെ കൊണ്ടുപോയിട്ട് സെർവറിൽ അപ്ലോഡ് ചെയ്തു. ക്ലിയർ അല്ലേ?
അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ എങ്ങനെയാണ് വെബ് ഹോസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളത് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതൊക്കെ ഇങ്ങനെയാണ്, പൈസ കൊടുത്തിട്ടുള്ളതായിരുന്നു അല്ലേ, ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവമൊക്കെ ചെയ്തത്, ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്തത് അല്ലേ. ഇനി മിസ്സിന് അങ്ങനെയല്ല, പൈസ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഹോസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഫ്രീ ഹോസ്റ്റിംഗ് ഉണ്ട്. യെസ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. എന്താണ് നമ്മൾ പഠിക്കാൻ പോണത്? ഫ്രീ ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫ്രീ ഹോസ്റ്റിംഗ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ഫ്രീ ആണ്. പക്ഷെ എന്താ പ്രശ്നം? നമുക്ക് ഇഷ്ടമുള്ള പേര് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഞാൻ വീടിന് പേര് കൊടുത്തത് എന്താ? ഇപ്പം ഞാൻ എൻ്റെ വീട് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അപ്പം നേരത്തെ കേസിൽ എന്താ? നേരത്തെ കേസിൽ എനിക്ക് ആ പേര് തന്നെ ചിലപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ ആ പേര് തന്നെ കിട്ടും. പക്ഷെ ഇവിടെ ഫ്രീ ഹോസ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ആ പേര് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ google.endeveedu.com അങ്ങനെയൊക്കെ ആവും ചിലപ്പോൾ കിട്ടുക. എന്താണ് ഇപ്പം എനിക്ക് എൻ്റെ വീടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ google.endeveedu.com അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം കിട്ടുക. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എന്താണ്, ഇപ്പം നമുക്ക് ഫ്രീ ഹോസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പം ഈ ഒന്നാമത്തെ കാര്യം, ഈ ഒരു പേര് ഇതുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതേപോലെ എത്ര വിസിറ്റേഴ്സ് വരാൻ പറ്റും, അതായത് ഇത്ര പേരെ ഈ പേജ് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫ്രീ അല്ലേ, മറ്റേതിൻ്റെ അത്ര ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് നോക്കിക്കേ. അഡ്വാൻറ്റേജ് തന്നെയാണ്, ഫ്രീ ആണ്, കോസ്റ്റ് ഇല്ല, നോ കോസ്റ്റ് ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അധികം കസ്റ്റമർ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഹാർഡ്വെയറിനുള്ള അധികം സപ്പോർട്ടൊന്നും ഒരിടത്തു നിന്ന് കിട്ടൂല. ചെറുതായിട്ടൊക്കെ ഉണ്ടാവും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ, പക്ഷെ അധികം ഉണ്ടാവില്ല. അതുപോലെ ഇവരെ ബാൻഡ് വിഡ്ത്ത് എന്താണ്? ഷെയർഡ് ആണ്. നമ്മുടെ ഷെയർഡ് ഹോസ്റ്റിംഗ് പോലെ തന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്തും കാര്യങ്ങളൊക്കെ ഷെയർഡ് ആണ്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരും, ആഡൊക്കെ വരും. അതുപോലെ തന്നെ ലിമിറ്റഡ് പേജ് നമ്പേഴ്സിനൊക്കെ ലിമിറ്റ് ഉണ്ടാവും, അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് ഓഫ് കോഴ്സ് ഫ്രീ ആണ്, കോസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ഹോസ്റ്റിങ്ങിന് നമുക്ക് എന്തുണ്ട്? ഇതുപോലെയുള്ള കുറേ സൈറ്റ്സ് ഒക്കെ അല്ലേ. നമുക്കിപ്പം എന്താണ് google.com ഒക്കെ പോലെയുള്ള ചില സൈറ്റുകളുണ്ട്. അതിൽ നമുക്ക് പോയാൽ എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ഹോസ്റ്റിംഗ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രീ ഹോസ്റ്റിംഗ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ CMS അഥവാ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. CMS അഥവാ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളിങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നല്ലോ, വെബ് പേജൊക്കെ അറിയുന്നവർക്കും അത് ഡിസൈൻ ചെയ്യാനും അത് സെറ്റപ്പ് ആക്കാനൊക്കെ അറിയണവർക്ക് മാത്രമേ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ വിചാരിച്ചില്ലേ? പക്ഷെ അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ രക്ഷകനായിട്ട് ഇതാ ഇവിടെ നമ്മുടെ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. എന്താണ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ചെയ്യുക? നമുക്ക് ഒന്നും അറിയാത്ത ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊന്നും ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്തുണ്ട്? നമുക്ക് 4 കാര്യങ്ങളാണ് തരിക. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്. ഇപ്പം നമുക്ക് വേർഡ് പ്രസ്, അതുപോലെ അതേപോലെ ജുംല അതുപോലെയുള്ള സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൊക്കെ നമുക്ക് CMS ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യും? ടെംപ്ലേറ്റും തീമും പ്ലഗിൻസ് വിഡ്ജറ്റ് ഈ 4 കാര്യങ്ങളാണ് ഈ CMS പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ടെംപ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നമുക്ക് നോക്കിയിട്ട് ഏത് ഹെഡിങ് എവിടെ വരണം, അതേപോലെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവില്ല, അലൈൻമെൻറ്റ്സ് എങ്ങനെ വരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. അതേപോലെ തീം കൊടുക്കാം, കുറേ തീമുകൾ ഉണ്ടാവും. അതുപോലെ പ്ലഗിൻസ് വെച്ചാൽ കുഞ്ഞു പ്രോഗ്രാമുകൾ. ഇപ്പം നമുക്കൊരു ഫംഗ്ഷൻ വേണം, നമ്മുടെ പേജിന് ഇങ്ങനെ ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം പ്രോഗ്രാം എഴുതി ചെയ്യൽ നടക്കൂല, നമുക്കത് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ കുറേ കുഞ്ഞു പ്രോഗ്രാമുകൾ ഉണ്ടാവും, കുഞ്ഞു പ്ലഗിൻസ് ഉണ്ടാവും. ആ പ്ലഗിൻസ് എടുത്ത് ഇതിൽ കൊണ്ടിട്ടാൽ മതി. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നമ്മുടെ പേജിന് കിട്ടും. ഓക്കെ, സുഖല്ലേ? അതേപോലെ വിഡ്ജറ്റ്സ്, നമുക്ക് കലണ്ടർ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, ആ ബാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിഡ്ജറ്റ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ CMSൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ? ഈ ടെംപ്ലേറ്റും തീമും പ്ലഗിൻസും അതുപോലെ വിഡ്ജറ്റ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ CMS എന്ന് പറഞ്ഞാൽ എന്താണ് CMS? എന്താണ് CMS എന്ന് നമുക്ക് നോക്കാം. കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ CMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അവരെന്താ ചെയ്യുക? ഇറ്റ് ഈസ് capable of
ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും അതിനെ പബ്ലിഷ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് എന്ത്? നമ്മുടെ CMS എന്ന് പറഞ്ഞാൽ. അപ്പോൾ CMS എന്താ ചെയ്യണത്? നമുക്കൊരു ഈസി വേ പ്രൊവൈഡ് ചെയ്യാം. എന്ത് ഡിസൈൻ ചെയ്യാനാ? ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, അതിനൊരു ഈസി വേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മുടെ CMS. ഓക്കെ, അപ്പോൾ CMS എന്താണെന്ന് മനസ്സിലായല്ലോ. CMS കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. നമുക്ക് ഫ്രീ ആയിട്ടല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കൊരു വെബ്സൈറ്റ് ഒക്കെ അട്രാക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആരെടുത്ത് പോയാൽ മതി? ഇവിടെ CMSൻ്റെ അടുത്ത് പോയാൽ മതി. CMS ആളെന്തെയും അടിപൊളിയാക്കി നമുക്ക് ഫുള്ള് സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ റെസ്പോൺസീവ് വെബ് ഡിസൈനാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതാ മിസ് പറഞ്ഞത് കുഞ്ഞ് ചാപ്റ്ററാണ്, പക്ഷെ നമ്മൾക്ക് ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് കൺഫ്യൂസിങ് ആണെന്നുള്ളത് അല്ലേ. ആ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വരുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? കുഞ്ഞു ചെറിയ ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പം എന്താ നോക്കിക്കേ, മിസ്സിൻ്റെ കയ്യിൽ ഈ ഒരു ലാപ്ടോപ്പ് ഉണ്ട് അല്ലേ. മിസ്സിൻ്റെ കയ്യിൽ ഈ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അതേപോലെ മിസ്സിൻ്റെ കയ്യിൽ എന്തുണ്ട്? എന്താ ഒരു ഫോണും കൂടെ ഉണ്ട്. ഓക്കെ, ഈ ലാപ്ടോപ്പിൽ കാണുന്നതാണോ ഈ ലാപ്ടോപ്പിലുള്ളത് പോലെയാണോ ഈ ഫോണിൽ മിസ്സിന് ഓരോ കാര്യങ്ങൾ കാണാൻ പറ്റുക? ലാപ്ടോപ്പിലുള്ള സൈസ് ആവില്ല ഫോണിൽ വരിക അല്ലേ. ഈ സെയിം സാധനം തന്നെ ലാപ്ടോപ്പിലുള്ളൊരു PDF ഞാനിപ്പോൾ ക്ലാസ്സിൽ ലാപ്ടോപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്സിന് രണ്ടും എന്തായിരിക്കും? രണ്ട് സൈസ് അല്ലേ കാണുക. ഇനിയിപ്പോൾ ഫോൺ തന്നെ ആയിക്കോട്ടെ, ഫോൺ തന്നെ പലരും ഫോണും എന്താണ് പല സൈസിലായിരിക്കും അല്ലേ. ഇപ്പം മിസ്സിന് എന്ത് ചെയ്യണം? ഞാൻ കണ്ട വെബ് ഡിസൈന്, ഞാൻ ഉണ്ടാക്കിയ വെബ് പേജ് എനിക്ക് ഈ ഒരു ഫോണിൽ കണ്ടപ്പോൾ ഓക്കെ സൈസ്, ഫോണിലല്ല ലാപ്ടോപ്പിൽ കണ്ടപ്പോൾ ഓക്കെ സൈസൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതേ കാര്യം ഫോണിൽ വരുമ്പോൾ ചിലപ്പോൾ എന്ത് വരും? കുറേ മാറ്റങ്ങളും ഒക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ വെബ് പേജ് നമ്മൾ ഈ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ മാറ്റം വരുന്നതിനെ ഇപ്പോൾ ഇതാ നോക്കിക്കേ, മിസ് അതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഇതാണ് ഇപ്പോൾ മിസ്സിന് സിസ്റ്റത്തിൽ കാണുന്നത്. ഒരു ടാബ്ലറ്റിൽ നോക്കിയപ്പോൾ വേറെ സൈസാണ് അല്ലേ. ഇനി അത് തന്നെ ഇതാ ഫോണിൽ കൊടുത്തപ്പം വേറെ സൈസാണ്. അങ്ങനെ ഒക്കെ കണ്ടോ പല രീതിയിലാണ് ഇവിടെ നമുക്ക് ഈ സെയിം വെബ് പേജ് കാണുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച്, നമ്മുടെ അടുത്തുള്ള ഈ സിസ്റ്റത്തിനനുസരിച്ച് നമ്മുടെ എന്ത് മാറ്റണം? നമ്മുടെ ഈ ഒരു വെബ് പേജിന് എങ്ങനെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് വെബ് പേജ് ഡിസൈന് നമുക്ക് എന്ത് പറയാം? റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയാം. എന്താണ്? some web pages are able to adjust itself to the screen size of the device. നമ്മുടെ അടുത്തുള്ള ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസിനനുസരിച്ച് അതിന് തന്നെ ആ വെബ് പേജിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സെൽഫായിട്ട് അതിന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ആ ടൈപ്പ് ഓഫ് ഡിസൈൻ, അങ്ങനെയുള്ള വെബ് പേജ് ഡിസൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് ക്ലിയർ ആയല്ലോ. നമ്മുടെ സ്ക്രീനിനനുസരിച്ച് ലാപ്ടോപ്പോ ഫോണോ ടാബ്ലറ്റോ എന്താണെന്നായിക്കോട്ടെ അതിനനുസരിച്ച് നമ്മുടെ വെബ് പേജിനെ അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ പറ്റുന്നതിനെയാണ്, ആ ഡിസൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ. സിമ്പിൾ ചാപ്റ്റർ അല്ലായിരുന്നോ? യെസ്. അപ്പോൾ നമ്മുടെ 7th ചാപ്റ്റർ നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ആദ്യം നമ്മൾ ഹോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞു അല്ലേ. ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് നെറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ് സെർവറിലേക്ക് കൊണ്ടിടണം. അങ്ങനെ നമുക്ക് വെബ് സെർവറിൽ ഒരു സ്ഥലം തരുന്നതിന് നമുക്ക് എന്ത് പറയാം? വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒക്കെ ഷെയർഡ് ആയിട്ട് ഒന്നിൽ തന്നെ കുറേ പേര് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയും. അവിടെ കോസ്റ്റ് കുറവായിരിക്കും, നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ഇനി ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗോ, ഒന്നിൽ തന്നെ ഒരു വെബ് സെർവർ ഒരാൾക്ക് സ്വന്തമായിട്ട് കുറച്ച് കാലത്തേക്ക് ലീസിന് എടുക്കുക അല്ലേ, അതിനെയാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഇനി വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്താണ്? കാണുമ്പോൾ ഫിസിക്കലി ഒരാളേ ഉള്ളൂ, പക്ഷേ അതിനെ വിർച്വലി നമ്മൾ കുറേ സെർവേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ഇപ്പം യൂസറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് ഒരാളെന്നാണ് വിചാരിക്കുക, പക്ഷെ ശരിക്കും ഒരാളാണോ? അല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരിക്കുക അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്, ടൈപ്സ്.
ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണം. വെബ് സെർവർ നമുക്ക് വേണ്ടത് ഏതാന്നൊക്കെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു വെബ് സെർവറിനെ നമ്മൾ വാങ്ങിക്കണം. ആ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനൊരു യൂസർ ID, പാസ്വേഡ്, IP അഡ്രസ്സൊക്കെ കിട്ടും. ഇനി നമുക്ക് അതുപോലെ പേരും വാങ്ങിക്കേണ്ടി വരും. അതിന് കുറേ സൈറ്റൊക്കെ ഉണ്ട്. whois.net, name.com എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ പേര്, നമ്മൾ വിചാരിച്ച പേര് അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കും. അവൈലബിൾ ആണെങ്കിൽ അതും നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിക്കും. അതിന് നമുക്കൊരു ഡൊമൈൻ നെയിമും ഒരു പാസ്വേഡും കിട്ടും അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് DNSൽ നമ്മുടെ എന്താണ് നമ്മളെ റെക്കോർഡിൽ റെക്കോർഡിൽ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ വരണം അല്ലേ? അപ്പോൾ അതൊക്കെ കൊടുത്തു. അതൊക്കെ വന്നാൽ മാത്രമേ നമ്മുടെ എന്താ വരേണ്ടത്, നമ്മളെ ഡൊമൈൻ നെയിമും IP അഡ്രസ്സും വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇത് നമ്മളിതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലേ? ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുള്ളൂ. യെസ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യണം. ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ എന്താണ്, നമ്മുടെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരിക്കും അല്ലേ? FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലേ? ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ വേണം. ഫയൽസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമ്മൾ അയക്കുമ്പോൾ ചിലപ്പോൾ അത് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാവും. FTP ആണെങ്കിൽ അവിടെ ഹാക്കിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എൻക്രിപ്റ്റ് ഒക്കെ ചെയ്ത് അയക്കണം എന്നുള്ളതുകൊണ്ട് നമുക്കിപ്പം എന്ത് ചെയ്യാം, SFTP നമ്മൾ യൂസ് ചെയ്യും. SFTP ആകുമ്പോൾ കുറച്ചും കൂടെ സെക്യൂരിറ്റി കൂടുതലാണ്, അത് എൻക്രിപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഇവിടെ പോയിട്ട് യൂസർ ID, പാസ്വേഡ്, ഹോസ്റ്റ് നെയിം ഒക്കെ കൊടുത്ത് കണക്ട് ചെയ്താൽ ഇവിടുന്ന് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഫയൽ ഇടുക. ഇട്ട് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ വെബ് സെർവറിൽ ഇപ്പോൾ എന്ത് കിട്ടി, നമ്മുടെ ഫയൽ അവിടെ എത്തി. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും പോർഷനാണ് വെബ് ഹോസ്റ്റിങ്ങിൻ്റെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ 3 കുഞ്ഞ് ടോപ്പിക്കാണ് പഠിച്ചത്. ഫ്രീ ഹോസ്റ്റിംഗ്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ നമ്മൾ ലാസ്റ്റ് പഠിച്ച റെസ്പോൺസീവ് അല്ലേ? അപ്പോൾ ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പേരൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലേ? എന്നാലും ഫ്രീ ആണ്. അവിടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് 4 എണ്ണം ഉണ്ട് അല്ലേ? നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് കുറവായിരിക്കും, ബാൻഡ് വിഡ്ത്ത് ഷെയർഡ് ആയിരിക്കും, അതുപോലെ ആഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താണ്, ലിമിറ്റഡ് പേജ് നമ്പേഴ്സേ അതിൽ പറ്റുള്ളൂ. കുറേ ആൾക്കാർക്കൊന്നും വന്ന് നോക്കാനൊന്നും പറ്റില്ല. ക്ലിയർ? അങ്ങനെ നമ്മൾ ഫ്രീ ഹോസ്റ്റിങ്ങും പഠിച്ചു. പിന്നെയാണ് നമ്മുടെ CMS, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. അതെന്തായിരുന്നു, എന്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ വെബ് പേജൊക്കെ ഇപ്പോൾ ഡാറ്റാബേസൊക്കെ കുറിച്ച് അറിയണം, വെബ് പേജൊക്കെ ക്രിയേറ്റ് ചെയ്യണം, വെബ് ഡിസൈനിങ് ഒക്കെ അറിയണം, ഭയങ്കര പണിയാന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു രക്ഷകനായിട്ട് വരുന്ന ആളാണ് നമ്മുടെ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ടെംപ്ലേറ്റ്, തീമും, പ്ലഗിൻസും, വിഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളൊക്കെ പറഞ്ഞു കൊടുത്താൽ അതിൽ കുറേ ഉണ്ടാവും. അതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ജൂംല എന്നൊക്കെ പറഞ്ഞ കുറേ സൈറ്റുകളൊക്കെ ഉണ്ട്, വേർഡ് പ്രസ് ഒക്കെ. അപ്പോൾ അതിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സഹായിക്കുന്ന ആളാണ് ആര്, CMS എന്ന് പറയുന്നത് അല്ലേ? പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിച്ച റെസ്പോൺസീവ് വെബ് ഡിസൈൻ. അതും സിമ്പിൾ അല്ലേ? നമ്മൾ ഗാഡ്ജറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അത് ഇങ്ങനെ ചുരുങ്ങാനും ചെറുതാനും വലുതാനും ഒക്കെ പറ്റുന്ന ആ ഒരു എബിലിറ്റി അല്ലേ? അപ്പോൾ നമ്മുടെ 7th ചാപ്റ്റർ ഒരു കുഞ്ഞ് ചാപ്റ്റർ ആയിരുന്നു, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ അടിപൊളിയായിട്ട് അടുത്ത ചാപ്റ്റർ ആയിട്ട് മിസ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.